Hi friends, welcome to my YouTube channel. എൻ്റെ പേര് സ്റ്റാനി സെബാസ്റ്റ്യൻ. ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോകുന്നത് MIയുടെ പോർട്ടബിൾ ഇലക്ട്രിക് എയർ കംപ്രസറിൻ്റെ ഒരു വീഡിയോ ആണ്. അൺബോക്സിങ്ങും പിന്നെ അത് എൻ്റെ കാറിലും ബൈക്കിലും അതേപോലെ തന്നെ സൈക്കിളിലും എങ്ങനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഫുൾ ചാർജ് ചെയ്തിട്ടുണ്ട്. ഫുൾ ചാർജ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടുത്തെ ഇൻഡിക്കേറ്റർ ലൈറ്റ് വൈറ്റ് ആവും. ചാർജ് കുറയണനുസരിച്ച് കളർ മാറും. ഇവിടുത്തെ ഇൻഡിക്കേറ്റർ ലൈറ്റ് 20 to 50% ചാർജ് ഉണ്ടെങ്കിൽ അത് ഓറഞ്ച് കളർ ലൈറ്റ് ആവും. ലെസ് ദാൻ 20% ആണെങ്കിൽ അത് റെഡ് കളറാവും. അപ്പോൾ ഇപ്പോൾ നമ്മളിത് ഓൺ ചെയ്യുമ്പോൾ വൈറ്റ് ലൈറ്റാണ്, അതായത് ഇത് ഫുൾ ചാർജ്ഡ് ആണ്. പിന്നെ ഇത് ഓണും ഓഫും സ്വിച്ചൊന്നുമില്ല. ഈ കേബിള് ഇങ്ങനെ മുകളിലേക്ക് വെക്കുമ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ ഓണാവും, അതോടൊപ്പം തന്നെ മെഷീൻ ഓണായി. തിരിച്ചു കുത്തിക്കഴിഞ്ഞാൽ മെഷീൻ ഓഫായി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എയർ അടിച്ച് നോക്കാം. അപ്പോൾ എയർ അടിക്കാനായിട്ട് നമ്മുടെ ബൈക്കിലും കാറിലൊക്കെ ഈ ഒരു അഡാപ്റ്റർ തന്നെ മതി. ഇതിൽ വേറെ ഫിറ്റിങ്സ് ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ സൈക്കിൾ അടിക്കാൻ നേരത്ത് വേറെ ഒരു അഡാപ്റ്റർ നമ്മുടെ ഇതിൽ അവർ തന്നിട്ടുണ്ട്. അതിൽ തന്നേക്കുന്ന ആ ഒരു അഡാപ്റ്റർ എടുത്തിട്ട് ഞാൻ ഫിറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമുക്ക് കാറ് എയർ അടിച്ച് നോക്കാം. എൻ്റെ റെനോൾഡ് ക്വിഡ് കാറാണ്. അപ്പോൾ നമുക്ക് കാറിന് എയർ അടിക്കാനായിട്ട് സെറ്റിങ്സ് വരുന്നത് ഈ ഒരു റൗണ്ട്, ഈ സർക്കിളിലാണ് ഇതിൻ്റെ പരിപാടിയെല്ലാം ഇരിക്കുന്നത്. ഓക്കെ, ഇത് പ്ലസ്, ഇത് മൈനസ്. അതായത് നമുക്ക് എയർ കൂടുതൽ വാല്യൂ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ അടിക്കണം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വാല്യൂ കൂടും, ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ വാല്യൂ കുറയും. ഇനി ഇതാണ് നമ്മുടെ ഓപ്ഷൻസ്. ഓപ്ഷൻ 1 സൈക്കിളാണ്. 45 PSI ആണ് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഒന്നും കൂടി നോക്കിക്കഴിഞ്ഞാൽ ബൈക്കിൻ്റെ എംബ്ലം വന്നു. ബൈക്കിൻ്റെ എംബ്ലം ബാറിലാണ്. അപ്പോൾ ഒന്നും കൂടി ഞെക്കി പിടിച്ചു കഴിഞ്ഞാൽ ബാറ് KPA ആവും. പിന്നെ ഒന്നും കൂടി നോക്കിക്കഴിഞ്ഞാൽ ബാറ് PSI ഓപ്ഷനിലേക്ക് വരും. PSI ഓപ്ഷനിലാണ് നമ്മളെല്ലാവരും തന്നെ ഈ പെട്രോൾ പമ്പിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നമ്മൾ എയർ അടിക്കുന്നത്. ഇനി ഒരു പ്രാവശ്യം കൂടി ഈ ബട്ടണിൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാർ ഓപ്ഷനിലേക്ക് വന്ന്, കാർ ഓപ്ഷൻ ഇപ്പോൾ ബാറിലാണ് കിടക്കുന്നത്. ബാറ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതൊന്നും കൂടി ഞെക്കി പിടിക്കുക, അപ്പോൾ KPA ആയി. വീണ്ടും ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക, അപ്പോൾ PSI ആയി. ഓക്കെ, ഇനി നമുക്ക് കാറിന് എത്ര വേണമെന്ന് നമുക്ക് സെറ്റ് ചെയ്യാം. ഞാൻ തേർഡ് വണ്ടിക്ക് 29 ആണ് കമ്പനി പറയണത്. ഞാൻ ഒരു പോയിൻറ്റ് കൂടുതൽ അടിക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമുക്കിത് ജസ്റ്റ് ഈ ഭാഗം ഇതിനകത്തേക്ക് തിരിച്ച് വെച്ച് കഴിയുമ്പോൾ നമ്മുടെ കാറിൽ എന്തോരം എയർ ഉണ്ടെന്നുള്ള കാര്യവും അറിയാൻ പറ്റും. അതുകൊണ്ട് എൻ്റെ കാറിലിപ്പോൾ 27 PSI ഉള്ളു. ഞാനിത് നടുക്ക് നോക്കി കഴിയുമ്പോൾ കംപ്രസർ ഓണാവും. ഓണായി കഴിയുമ്പോൾ ഒരു സൗണ്ട് വരും. അപ്പോൾ അത് വർക്കിംഗ് ആണെന്നാണ് ആ സൗണ്ട് തെളിയിക്കുന്നത്. ഈ സൈഡിൽ കൂടി നല്ല എയറൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ 30 ആയി കഴിയുമ്പോൾ കണ്ടോ, ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആയാണ്ടോ. ഇപ്പോൾ 30. ഇനി എൻ്റെ ബജാജ് ഡോമിനറിന് എയർ അടിക്കാൻ പോവുകയാണ്. ബജാജ് ഡോമിനറിൻ്റെ ഫ്രണ്ട് 29 ബാക്ക് വീല് 32 ആണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് കാറിൽ നിന്ന് ബൈക്ക് ഓപ്ഷനിലേക്ക് മാറ്റാൻ പോവാണ്. അപ്പോൾ ബൈക്ക് ഓപ്ഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് ഇത് ഈ ബട്ടണാണ് നിൽക്കേണ്ടത്. അപ്പോൾ ഫുട്ബോളൊക്കെ അടിക്കാനുള്ള ഓപ്ഷനാണ്. ഓക്കെ, ബൈക്ക് ഇപ്പം ബാർ ഓപ്ഷനിൽ കിടക്കുന്നതിന് മാറ്റാനായിട്ട് ഒന്നും കൂടി ഞെക്കി പിടിക്കുക. വീണ്ടും ഒന്നും കൂടി ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ PSI ആയി. ഇനി നമുക്ക് എത്രയാണ് അടിക്കേണ്ടതെന്നുള്ളത് 32 അല്ലേ. ഓക്കെ,
29 ആണല്ലോ എൻ്റെ വണ്ടിയുടെ എയർ. ഇനി ഈ സെൻറ്ററിൽ നിൽക്കുക. ഓക്കെ, ഡൺ. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന എയർ പ്രഷർ നമ്മുടെ ടയറിൽ കയറി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവും. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച എയർ അതിൽ കയറി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവും. ഇനി അടുത്തത് നമുക്ക് സൈക്കിളിൽ എയർ അടിക്കാം. സൈക്കിള് നമ്മുടെ പഴയ വാൽ ട്യൂബുള്ളൊരു സൈക്കിളാണിത്. അപ്പോൾ ഇതിൽ നമുക്ക് എയർ അടിച്ച് നോക്കാം. ഇതിനായിട്ട് ഇതിൻ്റെ കൂടെ സെപ്പറേറ്റ് ഒരു അഡാപ്റ്റർ നമ്മുടെ ബോക്സിൽ വരുന്നുണ്ട്. ആ അഡാപ്റ്റർ ഇതിൽ പ്ലഗ് ഇൻ ചെയ്യണം. ഓക്കെ, ഇനി ഈ അഡാപ്റ്റർ ഇതിൽ സെറ്റ് ചെയ്യണം. ഓക്കെ, നമ്മുടെ സൈക്കിളിൽ എയർ അടിക്കണമെന്നുണ്ടെങ്കിൽ ഈ അഡാപ്റ്റർ സെറ്റ് ചെയ്യാനായിട്ട് സിമ്പിളായിട്ട് ഇതിങ്ങനെ തിരിച്ച് വെച്ചാൽ മതി. അത് ശരി. പോവാം.